രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത കാരണം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കും? തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് തങ്ങൾ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം ആവർത്തിക്കുന്നുണ്ടെങ്കിലും അയോഗ്യതയ്ക്കിടയാക്കിയ സാഹചര്യം ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കുന്നതിൽ ഇടത് ക്യാമ്പിലും ആശയക്കുഴപ്പമുണ്ട്. രാഹുലിന് പിന്തുണ നൽകുന്നതിൽ ഐക്യപ്പെട്ട സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ ചേരി ഇക്കാര്യത്തിൽ രണ്ടു പക്ഷത്താണ്. അയോഗ്യത റദ്ദാക്കാനാവാതെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുമോ? ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇടതുപക്ഷം മത്സരരംഗത്തുണ്ടാവരുതെന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹം. രാഹുലിന് ഇതുവരെ നൽകിയ പിന്തുണ ആത്മാർത്ഥമാകണമെങ്കിൽ ഇടതു സ്ഥാനാർത്ഥിയില്ലാതെ രാഹുലിന്റെ പകരക്കാരൻ ജയിക്കണമെന്ന് കോൺഗ്രസ് വാദിക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് നടന്നാൽ തങ്ങൾ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇടതു നിലപാട്. വിഷയത്തെ CPM വിശദീകരിക്കുന്നത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതല്ല, രാഹുൽ ഗാന്ധിയോട് BJP എടുത്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെ ശക്തിയായിട്ട് എതിർക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് വ്യക്തിപരമായിട്ട് ആരെങ്കിലും പിന്തുണക്കുന്നതോ പാർട്ടിയെ പിന്തുണക്കുന്നതല്ല. പക്ഷേ രാഹുലിനല്ലെങ്കിൽ പിന്നെ ആർക്കാണ് CPM പിന്തുണ നൽകിയതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇതുവരെ രൂപപ്പെട്ട ഐക്യം ഇക്കാര്യത്തിലില്ല. CPM സംസ്ഥാന സെക്രട്ടറിയെ K. സുധാകരൻ പരിഹസിച്ചത് ഇങ്ങനെ: രാഹുൽ ഗാന്ധിയാണ് ഇവിടെ പ്രശ്നം. ഇവിടെ ചർച്ച രാഹുൽ ഗാന്ധിയുടെ അംഗത്വമാണ്. ഈ പിന്തുണ കൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ പിന്നെ ആർക്കാണെന്ന് ഗോവിന്ദ മാഷ് പറയണം. അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തോ സാരമായ പ്രശ്നമുണ്ട്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അയോഗ്യതയുള്ളതിനാൽ രാഹുലിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി വരും. BJPയുടെ പകപോക്കൽ നിലപാട് തുറന്നു കാട്ടാൻ രാഹുലിനെ പിന്തുണച്ചത് ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് വേണമോ എന്നതാണ് ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വയനാട്ടിൽ ഒന്നിക്കുന്നത് അണികളെ ആശയക്കുഴപ്പത്തിലാക്കുമെന്നതും ഇടത് കേന്ദ്രങ്ങളെ കുഴയ്ക്കുന്നു. അതേസമയം രാഹുലിനെ അയോഗ്യനാക്കിയ രാഷ്ട്രീയം ചർച്ചയാവുന്ന തെരഞ്ഞെടുപ്പിൽ എന്തു പറഞ്ഞ് വോട്ട് തേടുമെന്നതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് എന്നത് ഒരു വിദൂര സാധ്യത മാത്രമാണ് എന്നതാണ് ഇക്കാര്യത്തിൽ ഇരു മുന്നണികൾക്കുമുള്ള ആശ്വാസം. ന്യൂസ് 18 തിരുവനന്തപുരം.